ഹലോ ഗൈസ്, അപ്പൊ ഞാനിപ്പോ വന്നിട്ടുള്ളത് എന്റെ ഇത്താക്ക് എന്നോട് എന്തൊക്കെ ഡൗട്ട് ഉണ്ട്. അപ്പോൾ അവള് പറഞ്ഞു ഞാൻ ഡൗട്ട് ചോദിക്കാം, നീ അതിന് നിന്റെ മനസ്സിലുള്ളത് എന്താന്ന് വെച്ചാൽ അത് പറയാന്ന് പറഞ്ഞിട്ട് അവൾ എന്നോട് ഒരു വീഡിയോ എടുക്കാൻ പറഞ്ഞു. സോ നമ്മൾ ഇന്ന് കംപ്ലീറ്റ് ചെയ്യുന്നത് അവളുടെ ടാസ്ക് ആണ്. ഓക്കെ, യെസ് സ്റ്റാർട്ട്. എന്താണ് മാരേജ് ലൈഫ്? മാരേജ് ലൈഫ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒന്ന് കിട്ടുന്നത്. അതായത് ചില സമയമൊക്കെ ഈ ഫ്ലിപ്കാർട്ട്, മീഷോ ഒക്കെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒന്ന് പക്ഷെ ഓർഡർ ചെയ്യുന്നത് കിട്ടുന്ന ഒരു സാധനമല്ലേ, അതാണ് മാരേജ്. നമ്മൾ എക്സ്പെക്ട് ചെയ്തത് ഒരിക്കലും നമുക്ക് കിട്ടൂല. അമ്മായിമ്മമാരെന്താ ഇങ്ങനെയാണ്? കാരണം എന്താന്ന് വെച്ചാൽ അവര് അമ്മായി അമ്മയാണ്. കാരണം അവർക്ക് അവരെ മോള് മാത്രം നന്നോണം ജീവിച്ചാൽ മതി. പക്ഷെ കേറി വരുന്ന മരുമകളാണ്. അവര് മകളെ പോലെ കണ്ടിരുന്നെങ്കിൽ നമുക്ക് അങ്ങനെയൊന്നും വരില്ലായിരുന്നു. ചില സ്ഥലത്ത് വന്ന് അമ്മായിയമ്മ പോരുണ്ടാവും, ചില സ്ഥലത്ത് വന്ന് നാത്തും പോരുണ്ടാവും, ചില സ്ഥലത്ത് വന്ന് ഈ അനിയന്റെ ഓളൊക്കെ പോരുണ്ടാവും. അതിനെന്താ പറയാനുള്ളേ? അതിന് നമ്മൾ കിട്ടുന്നത് നല്ലതാണെങ്കിൽ നമുക്ക് പ്രശ്നമില്ല. അതായത് അടിത്തൂണ് നന്നായാലും വീടൊക്കെ നല്ല ഉണ്ടാവും. അടിത്തൂണല്ലടി, അടിത്തറ ഉറപ്പുണ്ടെങ്കിൽ വീട് ഉറപ്പുണ്ടാവും. അതെന്തരും നെക്സ്റ്റ് തീർന്നോ? പിന്നെ ഹൗസ് വൈഫിന് എന്തിനാ പറയുന്നത്? കാരണം എന്ന് വെച്ചാ വീലക്കാരിന്റെ പകരം ഹൗസ് കീപ്പിന് പകരം ഹൗസ് വൈഫിനാക്കി. അതിന് വേലക്കാരിനെ വെച്ചാ പോരെ. ഹൗസ് വൈഫിന് എന്തിനാ ആവശ്യം? പൈസ എടുക്കണ്ടേ? പൈസ കൊടുക്കാണ്ടിരിക്കാൻ വേണ്ടിട്ട് കല്യാണം കഴിക്കണോ? യെസ്, ഓഫ് കോഴ്സ്. ഇപ്പോഴത്തെ ഒരു കാലം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതാണ്. ഇപ്പം പിന്നെ കുറേ പെൺപിള്ളേരൊക്കെ ഇപ്പൊ പുരോഗമിച്ചു. കാര്യം എന്താന്ന് വെച്ചാല് അവർക്ക് മനസ്സിലായി ഈ ഹൗസ് വൈഫിന് ഓപ്പോസിറ്റ് അർത്ഥം വന്നിട്ട് ഹൗസ് കീപ്പ് എന്നാണ്. അതായത് വേലക്കാരിന് പകരമാണ് വീട്ടുകാരിയാകുന്നത്. ചില ഭർത്താക്കന്മാര് വന്ന് സ്വന്തം ഉമ്മാനെയും വാപ്പാനെയും പേടിച്ചിട്ട് ഭാര്യന്റെ മുന്നിൽ അഭിനയിക്കുന്ന എന്തിനാ? അതെന്തിനാന്ന് വെച്ചാല് അവർക്ക് കുടുംബം നോക്കാൻ വയ്യ. അപ്പൊ ഈ പേടി എന്നുള്ള ഒരു കാരണം ഉണ്ടല്ലോ, അത് മുൻകരുതലാക്കിയിട്ട് അവര് അങ്ങനെ പറയുന്നു. കാരണം സംഭവം എന്താന്ന് വെച്ചാൽ അവർക്ക് അതിന്റെ ഒരു റെസ്പോൺസിബിലിറ്റി എടുക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് അവരിങ്ങനെയാണ് ഇവരിങ്ങനെയാണ്. അവനവൻ നന്നായി എന്തിനാണ് എല്ലാവരും പേടിപ്പിക്കുന്നത്? കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ ഭാര്യനെയും കുടുംബത്തിനെയും നോക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം കല്യാണം കഴിക്കുക. ഒരിക്കലും ഉമ്മാക്കും ഉപ്പാക്കും വേണ്ടി സൊസൈറ്റിക്ക് വേണ്ടി കല്യാണം കഴിക്കരുത്. നെക്സ്റ്റ്, ഇന്നത്തെ ചോദ്യം അവസാനിച്ചു. ഇനി ഉണ്ടെങ്കിൽ പിന്നത്തെ വീഡിയോ. അപ്പൊ തീർന്നില്ല, പാർട്ട് 2 കാണാം.